ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം അമ്മൂസ് ഇന്ന് ബാക്ക് ടു സ്കൂളാണ് ആഫ്റ്റർ സമ്മർ വെക്കേഷൻ. അപ്പം അമ്മൂസ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അല്ലേ അമ്മൂസ്? പല്ലേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി എന്താ പരിപാടി? പോണ്ടേ? നാളെ മുതലാണ് റെഗുലർ യൂണിഫോം. ഇന്ന് കളർ ഡ്രസ്സാണ് അമ്മൂസിന് പുതിയത് മേടിച്ച്. പുതിയ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നാളെ അമ്മൂസ് പോവും. ഇന്ന് കളർ ഡ്രസ്സ് ഇട്ടിട്ടാണ് അമ്മൂസ് പോകുന്നത്. ഏതാ ഡ്രസ്സ് ഇടുക നമുക്ക് നോക്കാം. അമ്മൂസ് ഏതാ ഇടുന്നതെന്ന് വാ. ഗായ്സ്, അമ്മൂസ് ഒരുങ്ങിക്കഴിഞ്ഞ് ഗായ്സ്. അപ്പം നല്ല ടോപ്പും എന്താ 3/4 കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡേയ്സ് ബുക്കൊന്നും വേണ്ട അമ്മൂസിന്. അപ്പോൾ ഹെയർ റഫ് ബുക്ക് മാത്രമേ എടുത്തുള്ളൂ. റഫ് ബുക്കും പെൻസിലല്ലേ, പെൻസിലും റബ്ബറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പെൻസിൽ ബോക്സ് അടക്കം എടുത്തിട്ടുണ്ടല്ലേ. വേറെ എന്താ, ടിഫിൻ മേടിക്കണം. ടിഫിന് പോകുന്ന വഴി പപ്പേനെ കൊണ്ട് എന്തെങ്കിലും ബിസ്ക്കറ്റ്സ് എന്തെങ്കിലും മേടിച്ചാൽ മതി കേട്ടാ. ഏത് ലഞ്ച് വേണ്ട, ഇന്ന് 12 മണി വരെ ഉള്ളൂ ക്ലാസ്. മറന്നുപോയി. നാളെ മുതൽ റെഗുലർ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഇടണം കേട്ടോ. അമ്മൂസിന് കഴിഞ്ഞ ദിവസം നല്ല ഇതായിരുന്നു ഗൈസ്. അപ്പം ചുമയും കുറുങ്ങലും, പതിവ് പോലെ ചുമയും കുറുങ്ങലൊക്കെ ആയിരുന്നേ. അപ്പം കഴിഞ്ഞ ദിവസം ഡോക്ടർ ഒന്ന് കൊണ്ടുപോയി കാണിച്ചായിരുന്നു. അപ്പോൾ അത് അമ്മൂസിൻ്റെ പുതിയ സെറ്റ് യൂണിഫോംസ് ഞങ്ങൾ മേടിച്ചു. ഇതാണ് പുതിയ സെറ്റ് യൂണിഫോംസ് അമ്മൂസിൻ്റെ അല്ലേ അമ്മൂസേ? അപ്പോൾ അതൊക്കെ ഇട്ട് നാളെ പോണ്ടേ? ഒരു ടൗല് കൈ പിടിച്ചോ. ഓക്കെ, ഇനി എന്താ, പോവല്ലേ നമ്മള്? ഐലൈനർ ചെയ്തണോ? ചേട്ടോ, സുന്ദരിമണിക്ക് ഐലൈനർ ചെയ്തണോടാ. വാ ആശമ ഐലൈനർ ചെയ്ത് തരാം. ഭയം കുഞ്ഞ് ഐലൈനറൊക്കെ എഴുതിയിട്ടുണ്ട്, കുഞ്ഞ് പൊട്ടൊക്കെ കൊത്തിയിട്ടുണ്ടല്ലേ അമ്മൂസ്? പിന്നെന്താ, കിട്ടി അതാ കുഞ്ഞ് കിട്ടി. അമ്മൂസിന് കുഞ്ഞ് കിട്ടി ഹെയറിൽ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ വാച്ച്, ബർത്ത്ഡേക്ക് മേടിച്ച വാച്ച്. സമയം തെറ്റാ? സമയം റെഡിയാക്കുന്ന 8:50 സമയം. ഇതിലെന്താ എത്ര സമയം കിടക്കുന്നത് നോക്കട്ടെ. അടിപൊളി വാച്ചൊക്കെ, ലൈറ്റൊക്കെ കത്തു, അടിപൊളിയാണല്ലോ. ആണോ? സെറ്റാക്കണേ. ഫോൺ എവിടെയാ? ഞാൻ ഇന്നലല്ലേ നീ ചാർജ് ചെയ്ത് വെച്ചത്. അപ്പം അമ്മൂസ് ഇന്നലെ എന്താ ഉണ്ടാക്കിയത്? ഇതെന്ത് സാധനം? ഇതെന്താ, പ്രേതോ? നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടല്ലേ. കൈയൊക്കെ നോക്കിയാ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, പ്രേതം ക്യൂട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ഒന്നും വേണ്ട, ഒരു പേപ്പർ, ഈ സ്ക്വയർ പേപ്പർ എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ മടക്കണം. മടക്കിയിട്ട് ഇങ്ങനെ ഒടിക്കണം. ആദ്യമൊക്കെ ഞാൻ എത്ര ഓട്ടം ചെയ്തിട്ട് എനിക്ക് കിട്ടില്ല. നോക്കിയാൽ പഠിച്ചു. ഇതൊക്കെ യൂട്യൂബൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ? കൊള്ളാം. ആക്കിയിട്ട് ഇതിങ്ങനെ താഴോട്ട് എടുക്കണം. എന്നിട്ട് തെറ്റിയോ? ഡയമണ്ട്സ് പോലെ ഉണ്ടല്ലേ. ഒന്നും കൂടി ചെയ്ത് നോക്കാം. ആദ്യം ഇങ്ങനെ മടക്കി മടങ്ങിക്കാത്ത ഒരു പേപ്പർ ആദ്യം അമ്മ ഉണ്ടാക്കിയ തെറ്റിപ്പോയി ഗൈസ്. കുറേ മടക്കലുണ്ടല്ലോ അമ്മൂട്ടിയത്. അവൾക്ക് തന്നെ അറിയില്ല അവളെങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ. ഇങ്ങനെ വെക്കണം. എന്നിട്ട് മേലോട്ട് ഈ ഫാഷനായിട്ടാണ് കളർ പേപ്പർ. ഇത്
ഡയമണ്ട്സ് പോലല്ല ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കുക. എന്നിട്ട് ബ്ലാക്ക് സ്കെച്ച് അല്ലെങ്കിൽ മാർക്കറോ പേന കൊണ്ട് ഇങ്ങനെ കണ്ണു മൂക്കൊക്കെ വരയ്ക്കല്ലേ? മൂക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല, കണ്ണു വായ. എന്നിട്ട് ഞാൻ കുറച്ച് മേലോട്ട് വരയ്ക്കും, താഴോട്ട് വരയ്ക്കാം, കാണും ഇങ്ങനെ. അതാ ഞാൻ ഇതിങ്ങനെ മൂടി വെക്കണം. കണ്ടിട്ട് ഇങ്ങനെ വെക്കുക. ഈ താഴത്ത് ഈ സാധനം വലിക്കണം, ഇവിടെ പിടിച്ചിട്ട് പ്രേതം. എന്നിട്ട് ഇതിങ്ങനെ താഴെ അമ്മൂന്റെ ഉടുപ്പിന്റെ അതേ കളറാണല്ലോ അമ്മൂട്ടിയെ അല്ലേ? അമ്മ പ്രേതം അല്ലേ അമ്മൂട്ടിയെ? ഈ ഡാൻസ് ചെയ്തില്ല വീഡിയോയിൽ, ആ പ്രേതത്തിന്റെ ഡാൻസ് ഇത് അതേപോലെ ഉണ്ടല്ലോ. പിന്നെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാക്ക് ഫുൾ ഉണ്ടാക്കി. ഇനിയിപ്പം ഉണ്ടാക്കലൊന്നും നടക്കൂല, ഇനിയിപ്പം വേഗം പഠിക്കുക. ഇതെന്ത് സാധനം അമ്മൂട്ടിയെ? ചോക്ലേറ്റോ? ഇതോ ദുബായ് ചോക്ലേറ്റോ? ദുബായ് ചോക്ലേറ്റ്സിൽ ഇങ്ങനെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ പച്ചപ്പ് പോലെ സാധനം ഉണ്ടാവും. ഇതാണ് ദുബായ് ചോക്ലേറ്റ്. ഈശ്വര, അമ്മൂസ് ദുബായ് ചോക്ലേറ്റ് ഉണ്ടാക്കിയതാ. ഇനി ദുബായ് സ്കുസിയോ? ആഹാ, അതിൻ്റെ ഉള്ളിൽ എന്ത് സാധന? പാവക്കുട്ടിയുടെ ഉള്ളിൽ നിന്ന് എടുത്ത പഞ്ഞാണോ? അല്ല, അതാണ് ടിഷ്യൂ പേപ്പറിന് ഇത് എന്നിട്ട് അതിൻ്റെ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ആണോ? കൊള്ളാലോ. എന്നിട്ട് പിന്നെ ഞാനില്ലേ ഉണ്ടാക്കിയ ദിവസം തന്നെ രാത്രി ഇല്ലേ പുറത്തു പോയിട്ട് കഥ പറയാണ്. കഥ എല്ലാം ശരിക്കും ശരിക്കും നടന്ന സംഭവമാണ്, സ്റ്റോറിയാണ് ഗൈസ്. പറഞ്ഞോ. ഞാൻ പുറത്തു പോയി ഇരിക്കുകയായിരുന്നു. പുറത്തു പോയി ഇരിക്കും. എന്നിട്ട് പുറത്തു ബ്ലാക്ക് കാറ്റ്. അത് വിചാരിച്ചത് ശരിക്കത്തെ കഴിക്കാൻ പറ്റണമെന്നില്ല, മിഠായി ആണെന്ന്. അതാണെന്ന്. എന്നിട്ടില്ല, ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചു. അമ്മൂസ് വെറുതെ കഴിക്കണ പോലെ കാണിച്ചു. എന്നിട്ട് ആ പൂച്ച ഇങ്ങനെ. എന്നിട്ട് ഞാൻ അത് വെച്ചിട്ട് താഴോട്ട് ഏറ് കൊടുത്തു. എന്നിട്ട് ആ പൂച്ച ഇവിടെ അമ്മൂസ് ബ്ലാക്ക് കാറ്റിന്റെ ആക്ഷൻ കാണിക്കാണ് ഗൈസ്. അപ്പൊ പൂച്ചേനെ പറ്റിച്ച അമ്മൂസ് എന്ത് വെച്ചിട്ട്? ദുബായ് ചോക്ലേറ്റ് കൊണ്ടല്ലേ? അത് കൊള്ളാം, അടിപൊളി. എന്തായാലും ആണ് അമ്മൂസിന്റെ ക്യൂട്ട് ടൈനി ക്യൂട്ട് ഡ്രോയിങ് ബുക്ക്. മിനി ക്യൂട്ട് അല്ലേ? മിനി ക്യൂട്ട് ഡ്രോയിങ് ബുക്കാണ്. ഹലോ കിച്ചി ഇല്ലേ, അതിന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അതിന് പറയുന്ന സാൻഡ്ര, അതിൽ കുറെ ഉണ്ട്. ഇത് മൈ മെലഡി, മൈ മെലഡി ഉണ്ട്, ക്രോമി ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ഇത് ആദ്യം കാണിച്ച ഇതിന്റെ ബുക്ക് കാണുന്ന വെച്ച് ഇതിന്റെ ഒരു പേനുണ്ട് അതിന്റെ കുഞ്ഞില്. ഇതാണ് അതിൻ്റെ കൂടെ കിട്ടിയ പേന അല്ലേ? നോക്കട്ടെ. കുഞ്ഞ് ടൈനി പേനയും കൂടി കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇത് ഇല്ല ഇങ്ങനെ വെച്ചിട്ട് ഷീറ്റിന്റെ മേലെ ആക്കല്ല അമ്മൂസ. എന്നിട്ട് ഇതിൽ അമ്മൂസിന് അങ്ങനെ കിട്ടിയത് കേട്ടോ. എന്നിട്ട് അത് ഓക്കെ. ഇതുകൊണ്ടല്ല വരച്ച. എന്നിട്ട് ഇതെവിടുന്ന മേടിച്ച? കോഴിക്കോട് പോയപ്പോ മേടിച്ചതല്ലേ? ഇതാണ് ക്രോണി, ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ക്രോണി. ഓക്കെ, ഇത് സിർമറോ, എല്ലാം വൈറ്റായിട്ട് കൊറേ വരച്ചിട്ടുണ്ടല്ലോ. ഹലോ കിറ്റി, പോം പോം. പിന്നെ ഇത് സാൻഡ്രിയോ അല്ല, ഇത് വേറെ, ഇത് കവായിലുള്ള ഡ്രോയിങ്. ഓക്കെ, നല്ല രസമുണ്ടല്ലോ. കുഞ്ഞി ഹാട്ടാ, നല്ല രസമുണ്ട്. ഓരോ പേജിലും ഇതിൽ 1 2 3 4 ഇല്ല. 1 2 3 അതെങ്ങനെയാ? എന്ത് മാജിക് കാർഡാ അത്? ഇവിടെ 4 എണ്ണം ഇല്ല. 1 2 3 4. ഓ, അതാണ് മാജിക്. 1 2 3. കൊള്ളാലോ. ഇത് മൈ മെലഡി, ഇത് കൊള്ളാലോ. പിന്നെ യൂണിക്കോൺ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. തെളിയാത്ത പേനയാണോ? തെളിയുന്ന പേനയല്ലേ? അടിപൊളിയായിട്ടുണ്ട് അമ്മൂസേ. ഇത്രയും പേജസ് ബാക്കിയുണ്ടല്ലേ?
ഇനിയിപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇരുന്ന് വരച്ചോ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മൂസ് ഇതാ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവൾ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. 10 മണിക്കാണ് അവളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ബൈ ബൈ. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ അവരുടെ സ്കൂൾ വിടാനുള്ള ടൈമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മോളെ കൂട്ടാൻ വേണ്ടി സ്കൂളിൽ പോയി. അപ്പോൾ എല്ലാ കുട്ടികളും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. ഒരു വശത്ത് ആ പാർക്കിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്ത് കുറേ പിള്ളേർ പാരൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കുറേ പിള്ളേർ ബസ്സിനൊക്കെ പോകുന്ന പിള്ളേരുണ്ട്. അപ്പോൾ എന്ത് ചെയ്താ അമ്മൂസ് ഓടി വരുന്നുണ്ടല്ലോ. എന്തായി ഫസ്റ്റ് ഡേ? അടിപൊളിയായോ? ഇന്ന് പരിപാടിയൊക്കെ ആയിരുന്നോ? സന്തോഷമായോ? എസ്രേനെ കണ്ടോ? എസ്രേനെ ഞാൻ കണ്ടല്ലോ. എന്തായിരുന്നു? മാത്സ് ടീച്ചറല്ലേ? ആണോ? പാവം ടീച്ചറാ? ആൻപ്രിയ എന്നാ ടീച്ചറിന്റെ പേര്? എല്ലാരും വന്നോ മോളെ? അപ്പൊ നമുക്ക് പോയാലോ? ആണോ? ടൈം ടേബിൾ കിട്ടിയോ? ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ വീട്ടിലേക്ക്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡ് ഓഫ് ചെയ്യും. ഇന്നത്തെ നമ്മുടെ വീഡിയോ